കടങ്ങൾ തീർക്കാൻ അത്ഭുത മൈത്രേയ മുഹൂർത്തം. അത്ഭുതമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണിത്. ഈ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൈത്രേയ യോഗ അഥവാ മൈത്രേയ മുഹൂർത്തം ഹിന്ദു പഞ്ചാംഗവും വേദജ്യോതിഷവും അനുസരിച്ച് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ്. ഗ്രഹങ്ങളുടെ ഈ പ്രത്യേക സംയോജനം കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് വളരെ അനുകൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സമയത്ത് കടങ്ങൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കടങ്ങളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നത് കാണാവുന്നതാണ്. ഈ മുഹൂർത്തത്തിൽ വായ്പയുടെ ഒരു ചെറിയ ഭാഗം പോലും അടച്ചു തീർക്കാൻ സാധിച്ചാൽ ശേഷിക്കുന്ന കടബാധ്യത കാലക്രമേണ പെട്ടെന്ന് തന്നെ കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തുടർച്ചയായിട്ട് വരുന്ന 3-4 മാസത്തെ മൈത്രേയ മുഹൂർത്തത്തിൽ ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ കുലദൈവങ്ങളോടും ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ കുലദൈവങ്ങളോടും ഗണപതി ഭഗവാനോടും മുരുക ഭഗവാനോടും പ്രാർത്ഥിച്ച് ഒരു പേപ്പർ കവർ എടുക്കുക. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു പേപ്പർ കവർ എടുക്കുക. ആ പേപ്പർ കവറിൽ നമ്മുടെ ലോണിൻ്റെ അല്ലെങ്കിൽ കടത്തിൻ്റെ പേരെഴുതി വയ്ക്കുക. പേരെഴുതിയിട്ട് 10-20 രൂപ കോയിന് ആ സമയത്ത് മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ ആ കോയിന് ആ പേപ്പർ കവറിലിട്ടിട്ട് മാറ്റി വയ്ക്കുക. എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാം. നിങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കടങ്ങൾ തന്നെ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും. കടങ്ങൾ അടയ്ക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം മാറിയിട്ട് കടങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തുടർച്ചയായി വരുന്ന 3-4 മാസത്തേക്ക് അടുപ്പിച്ച് വരുന്ന മൈത്രേയ മുഹൂർത്തത്തിൽ ഇങ്ങനെ 10-20 രൂപ കോയിന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഈ സമയത്ത് ഓൺലൈനായിട്ട് എത്രയെങ്കിലും ഒരു തുക കടത്തിലേക്ക് അടച്ചു വയ്ക്കുക. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ കടങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെയ് മാസത്തെ മൈത്രേയ മുഹൂർത്ത സമയം നോക്കുകയാണെങ്കിൽ മെയ് 13 ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6:29 മുതൽ 8:40 വരെയും അടുത്തത് വരുന്നത് മെയ് 25 വെളുപ്പിന് ബ്രഹ്മമുഹൂർത്ത സമയത്താണ്. വെളുപ്പിന് 3:19 മുതൽ 5:06 വരെയാണ് മെയ് മാസത്തെ അത്ഭുതമായിട്ടുള്ള ഈ മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കടങ്ങളൊക്കെ ഉള്ളവർ ഈ സമയത്ത് അപ്പോൾ ഈ 2 സമയത്തും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു പേപ്പർ കവർ എടുക്കുക. പേപ്പർ കവറിൽ നമ്മുടെ കടത്തിൻ്റെ അല്ലെങ്കിൽ ലോണിൻ്റെ പേരെഴുതിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു തുക അതിൽ ഇട്ട് വയ്ക്കുക. 5 രൂപയോ 10 രൂപയോ കോയിൻ അതിൽ ഇട്ട് വയ്ക്കുക. നമ്മൾ കുലദൈവങ്ങളോടും ഗണപതി ഭഗവാനോടും മുരുക ഭഗവാനോടും നമ്മുടെ ഈ കടങ്ങൾ മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലൊരു പറ്റുന്നൊരു തുക അതിൽ മാറ്റി വയ്ക്കുക. നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന ഈ എമൗണ്ട് ഒന്നെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനൊക്കെ ഉപയോഗിക്കാം. ഒരിക്കലും നമ്മുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുന്നതിനൊന്നും ഈ പൈസ ഉപയോഗിക്കാൻ പാടില്ല. ഈ പൈസ നമുക്ക് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ ഭണ്ഡാരത്തിലൊക്കെ ഇടാം. അല്ലാണ്ട് നമ്മുടെ പേർക്ക് എന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കാനോ അങ്ങനെയൊന്നും ഈ പൈസ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ 5-10 രൂപ കോയിനാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ അത് നിക്ഷേപിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അന്നദാനത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നമ്മുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കാനൊന്നും ഈ പൈസ ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടി ഈ പൈസ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ അത്ഭുത മുഹൂർത്തം എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക.